പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലും വിട്ടുമാറാത്ത ശരീരവേദനയും തളർച്ചയും നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ നിസ്സാരമായി തള്ളിക്കളയരുത്. വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞതിൻ്റെ ലക്ഷണമാണിത്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാൽസ്യത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഇതിന് വ്യക്തമായ പങ്കുണ്ട്. എല്ലുകളിൽ വേദന, പേശികൾക്ക് ബലക്ഷയം തുടങ്ങിയവയും വൈറ്റമിൻ ഡി കുറവിൻ്റെ ലക്ഷണമാണ്. സൂര്യപ്രകാശത്തിലൂടെയും വൈറ്റമിൻ ഡി ശരീരത്തിന് ലഭിക്കും. വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം. വൈറ്റമിൻ ഡിയുടെ കുറവുള്ളവർ പതിവായി കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങളിലൊന്നാണ് മുട്ട. മുട്ടയുടെ മഞ്ഞ വൈറ്റമിൻ ഡിയുടെ കലവറയാണ്. പതിവായി മുട്ട കഴിക്കുന്നത് ഈ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമാണ്. കൂടാതെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഗുണം ചെയ്യും. കൂടാതെ വൈറ്റമിൻ ഡിയുടെ ഉറവിടമാണ് സാൽമൺ പോലെയുള്ള ഫാറ്റി ഫിഷും. അതിനാൽ ഇവ കഴിക്കുന്നതും വൈറ്റമിൻ ഡി ലഭിക്കാൻ ഗുണം ചെയ്യും. ബദാം പാൽ, സോയാ മിൽക്ക്, ഓട്സ് മിൽക്ക് തുടങ്ങിയ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കും. വൈറ്റമിൻ ഡിയുടെ നല്ലൊരു ഉറവിടമായി കണക്കാക്കപ്പെടുന്ന ഭക്ഷണമാണ് കൂൺ. അതിനാൽ കൂണും തണുപ്പുകാലത്ത് ധാരാളമായി കഴിക്കുന്നത് നല്ലതാണ്. സൂര്യകാന്തി വിത്തുകളും വൈറ്റമിൻ ഡിയുടെ മികച്ച ഉറവിടമാണ്. ഓറഞ്ച് കഴിക്കുന്നതും നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഓറഞ്ച് കഴിക്കുന്നതും നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഓറഞ്ച് ജ്യൂസ് ദിവസവും കുടിക്കുന്നത് ഗുണകരമാണ്. പാൽ, തൈര്, ബട്ടർ, ചീസ് തുടങ്ങിയ പാലുൽപ്പന്നങ്ങളിൽ നിന്നും ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കും. എങ്കിലും ഇവയുടെ ഉപയോഗം മിതമാക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ മഷ്റൂം വൈറ്റമിൻ ഡിയുടെ നല്ല ഉറവിടമായി കണക്കാക്കപ്പെടുന്ന ഭക്ഷണമാണ് കൂൺ. കൂടാതെ തൈര് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും വൈറ്റമിൻ ഡി ലഭിക്കാൻ സഹായിക്കും. വൈറ്റമിൻ ഡി, കാൽസ്യം, പ്രോട്ടീൻ തുടങ്ങിയ അടങ്ങിയ ചീസ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. ഇതൊക്കെ ചെയ്യുന്നതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യ വിദഗ്ധൻ്റെയോ ന്യൂട്രീഷ്യൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക.